ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമായ നമ്മുടെ ദൈവത്തെ ഈ പ്രത്യേക സമയത്തും ഞാൻ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഈ ബൈബിൾ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവജനത്തിനും കർത്താവിന്റെ ദാസന്മാർക്കും ക്രിസ്തീയ വന്ദനങ്ങളെയും അറിയിക്കുന്നു. നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന നമ്മുടെ ദൈവം നമ്മെക്കുറിച്ച് കരുതലുള്ള പിതാവാകയാൽ ദൈവത്തെ വാഴ്ത്തുകയാണ്. നമ്മുടെ കർത്താവ് വാഗ്ദത്തം ചെയ്തു, ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല. ഭക്തന്മാർ പാടി, അനാഥനല്ല ഞാനിനി അനുഗ്രഹാവകാശിയായി. അതെ, നാം അനാഥരല്ല. നമുക്കൊരു പിതാവുണ്ട്, നമുക്കൊരു ഉടയവനായ ഇടയനുണ്ട്. അതോർത്ത് സ്തോത്രം. ആ ദൈവത്തിൽ നമുക്ക് പൂർണ്ണമായും ആശ്രയിക്കാം. നമ്മുടെ ജീവിതത്തെ മൊത്തമായും വഴി നടത്തുവാൻ ആ ദൈവം മതിയായവനുമാണല്ലോ. ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രൈസ് ഗോഡ്. നമുക്ക് പ്രാർത്ഥനാപൂർവം ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. നമുക്ക് ഓർമ്മയുണ്ടല്ലോ, നമ്മൾ പഠിച്ചു വരുന്നത് വെളിപ്പാട് പുസ്തകം 6-ാമത്തെ അധ്യായമാണ്. ഇന്നലെ നമ്മൾ മനസ്സിലാക്കിയത് നമ്മുടെ കർത്താവായ യേശുവിനെ ദൈവം നിശ്ചയിച്ച ഒരു സമയം വരെ സ്വർഗം കൈക്കൊള്ളേണ്ടതാകുന്നു എന്നാണ്. എന്ന് വെച്ചാൽ ആ പ്രത്യേക സമയത്തിന്റെ പൂർത്തീകരണം ഉണ്ടാകുമ്പോൾ നമ്മുടെ കർത്താവ് പിതാവിന്റെ വലഭാഗെ നിന്ന് എഴുന്നേൽക്കുകയും കാൽവറിയിൽ തൻ്റെ ജീവനെ മറുബലിയായി നൽകിക്കൊണ്ട് വീണ്ടെടുത്ത മുഴുപ്രപഞ്ചത്തെയും അതിൻ്റെ പൂർണ്ണതയിലേക്ക് നടത്തുവാൻ ഉള്ള നടപടികളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. യേശുക്രിസ്തുവിനെ പ്രത്യേകിച്ച് 2 വിശേഷ രീതികളിൽ സാദൃശീകരിച്ചുകൊണ്ട് വെളിപ്പാട് പുസ്തകം പരിചയപ്പെടുത്തുന്നുണ്ട്. ആ 2 സാദൃശ്യങ്ങളും നമുക്ക് വെളിപ്പാട് 5-ാം അധ്യായത്തിൽ കാണാം. അതിൽ ഒരെണ്ണമാണ് പിന്നീടുള്ള അധ്യായങ്ങളിൽ തുടർച്ചയായി നാം കാണുന്നത്. 5-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിന് സാദൃശ്യമായി ഉപയോഗിച്ചിട്ടുള്ള 2 കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. സിംഹാസനസ്ഥനായ പിതാവിന്റെ കയ്യിൽ നിന്നും സപ്തമുദ്രിതമായ പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്രാഭേദനം നടത്തുവാനും യോഗ്യരായി ജയാളികളായി ആരെയും കാണാഞ്ഞതുകൊണ്ട് യോഹന്നാൻ കരഞ്ഞു. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ വന്ന് അവനോട് പറഞ്ഞത്, ഭയപ്പെടേണ്ട, ആ പുസ്തകം വാങ്ങാൻ യോഗ്യനായി ജയം പ്രാപിച്ചിരിക്കുന്ന ഒരുത്തനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ പരിചയപ്പെടുത്തലിലാണ് യേശുവിനെ സംബന്ധിച്ച 2 സാദൃശ്യങ്ങൾ നാം കാണുന്നത്. നമുക്കറിയാമല്ലോ ഏതൊക്കെയാണെന്ന്. യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ. ഒന്നാമത്തെ സാദൃശ്യം നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് യഹൂദ ഗോത്രത്തിലെ സിംഹം എന്ന സാദൃശ്യമാണ്. ദാവീദിന്റെ വേരെന്നും മുളയെന്നും ഒക്കെ നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ വിശേഷാൽ 2 ജീവികളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്രിസ്തുവിനെ സദൃശീകരിച്ചിരിക്കുന്ന 2 മൃഗങ്ങൾ. ഒന്ന് അതെ, യഹൂദ ഗോത്രത്തിലെ സിംഹവും അറുക്കപ്പെട്ട കുഞ്ഞാടും. സ്തോത്രം. ഇത് 2ഉം വൈരുദ്ധ്യാത്മകമായ ഒരു പക്ഷേ നമുക്ക് തോന്നിയേക്കാം. 2ഉം യോജിക്കാത്ത ഒരു പ്രകൃതമായി നമുക്ക് തോന്നിയേക്കാം. പക്ഷേ യഹൂദ ഗോത്രത്തിലെ സിംഹം എന്ന നിലയിൽ യേശുക്രിസ്തുവിന്റെ രാജത്വത്തെ, ഭരണത്തെ കാണിക്കുമ്പോൾ, അറുക്കപ്പെട്ട കുഞ്ഞാട് എന്ന നിലയിൽ യേശുക്രിസ്തുവിന്റെ വീണ്ടെടുപ്പിൻ പ്രകൃതത്തെയാണ് കാണിക്കുന്നത്.
സ്തോത്രം. അതിനെക്കുറിച്ച് നമുക്ക് വീണ്ടും മുൻപോട്ട് പഠിക്കുവാനായിട്ടുണ്ട്. ഇപ്പോൾ ഞാനിത് പറഞ്ഞതിന്റെ സാരം, 7 മുദ്രകളാൽ അടച്ച് മുദ്രയിട്ടിരിക്കുന്ന പുസ്തകം യേശുക്രിസ്തു വാങ്ങുന്നു. വാങ്ങി അതിന്റെ മുദ്രകൾ പൊട്ടിക്കുന്നു. എന്നിട്ട് എന്താണ് ചെയ്യുന്നത്? മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ക്രൂശിൽ തൻ്റെ രക്തം യാഗമായി മറുവിലയായി തന്ന് വീണ്ടെടുപ്പിന്റെ പ്രവൃത്തിയെ അതിൻ്റെ നീതിപരമായ അല്ലെങ്കിൽ നിയമപരമായ നിലയിൽ നിവർത്തിച്ചു. കാൽവറി ക്രൂശിൽ വെച്ച് വീണ്ടെടുപ്പിന്റെ വില മുഴുവനും ക്രൂശിൽ വെച്ച് കർത്താവ് കൊടുത്തു. പക്ഷേ ആ വില കൊടുത്തു വാങ്ങിയ വീണ്ടെടുത്ത ദൈവ സൃഷ്ടികളുടെ വീണ്ടെടുപ്പിൻ പദ്ധതി പൂർണ്ണമായിട്ടില്ല ഇതുവരെയും. അത് പൂർണ്ണമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിലേക്കാണ് ഇപ്പോൾ കുഞ്ഞാട് പ്രവേശിക്കുന്നത്. അതാണ് നാം 6-ാം അധ്യായം മുതൽ കാണുന്നത്. ആ നടപടിക്രമങ്ങളിലേക്ക് കടക്കുവാൻ കുഞ്ഞാട് തൻ്റെ മഹാപുരോഹിത ശുശ്രൂഷ നിവർത്തിച്ച് എഴുന്നേൽക്കുന്നതായി കാണുന്നു. പണ്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഞാൻ ആവർത്തിച്ചോട്ടെ. യേശുക്രിസ്തു ഒരേ സമയം തന്നെ മഹാപുരോഹിതനും യാഗവസ്തുവുമാണ്. കാൽവറി ക്രൂശിൽ തന്നെത്താൻ യാഗമാക്കിയപ്പോൾ ഇത് രണ്ടും ക്രിസ്തുവിൽ നിവർത്തിക്കപ്പെട്ടു. ഏത് രണ്ടും? മനുഷ്യന്റെ പാപപരിഹാരത്തിന് വേണ്ടി യാഗം കഴിക്കുന്ന മഹാപുരോഹിതനും മനുഷ്യരുടെ പാപപരിഹാരത്തിനായി അർപ്പിക്കപ്പെടുന്ന യാഗവസ്തുവുമായി ക്രിസ്തു ക്രൂശിൽ മാറി. On the cross, at a time, Jesus was both the high priest who offered the great atonement for the remission of sins of human beings, as well as the sacrificial lamb to be offered. ക്രൂശിൽ യേശുക്രിസ്തു ഇത് രണ്ടുമായി തീർന്നു. സ്തോത്രം. ക്രിസ്തുവിനെ മറ്റാരുമല്ല യാഗം കഴിച്ചത്. നാം കാണുന്നു, തന്നെ താൻ ദൈവത്തിന് അർപ്പിച്ചു. അപ്പോൾ തന്നെ താൻ അർപ്പിച്ചപ്പോൾ, താൻ തന്നെ അർപ്പിച്ചപ്പോൾ യാഗമർപ്പിക്കുന്ന മഹാപുരോഹിതനായി യേശു മാറി. തന്നെ താൻ അർപ്പിച്ചപ്പോൾ താൻ യാഗവസ്തുവുമായി. സ്തോത്രം. അങ്ങനെ ക്രൂശിൽ തന്നെ, ക്രൂശീകരണ വേളയിൽ തന്നെ ക്രിസ്തു ഇത് രണ്ടുമായി മാറി. സ്തോത്രം. യാഗമർപ്പിക്കുന്ന മഹാപുരോഹിതനും യാഗമായി അർപ്പിക്കപ്പെടുന്ന യാഗവസ്തു അല്ലെങ്കിൽ കുഞ്ഞാടും, ഇത് രണ്ടും ക്രിസ്തു ഒരേ സമയം ആയിത്തീർന്നു. ഇപ്പോൾ ആ മഹാപുരോഹിത ശുശ്രൂഷ നിവർത്തിച്ച് യേശു എഴുന്നേൽക്കുകയാണ് പിതാവിന്റെ വലഭാഗെ നിന്ന്. എന്തിനാണെന്ന് ദാവീദ് നമ്മോട് പറഞ്ഞു. കർത്താവിന്റെ ശത്രുക്കളെ തൻ്റെ പാദപീഠം ആക്കുന്നതിനുള്ള സമയം അടുത്തിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ കർത്താവ് രാജ്യഭാരമേൽക്കേണ്ടതിന്, സ്തോത്രം, ഇവിടെ എഴുന്നേൽക്കുന്നതായി നാം കാണുന്നു. സ്തോത്രം. അതിനോട് ചേർത്ത് കൊരിന്ത്യർക്കുള്ള 1-ാമത്തെ ലേഖനം 15-ാം അധ്യായത്തിലേക്ക് ഒന്നും കൂടെ നമുക്ക് പോകാം. അതിന്റെ 24-ാമത്തെ വാക്യം, 24. First Corinthians 15:24. അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. സ്തോത്രം. നമുക്കറിയാം, ഈ 15-ാം അധ്യായം പുനരുത്ഥാനത്തിന്റെ അധ്യായമാണ്. എ ചാപ്റ്റർ ഓഫ് റിസറക്ഷൻ ചാപ്റ്റർ.
പൗലോസിന്റെ ലേഖനങ്ങളിലെ ഏറ്റവും ദൈർഘ്യമേറിയ അധ്യായം. 58 വാക്യങ്ങളുണ്ട്. നാം അതിന്റെ 57-ാമത്തെ വാക്യമാണ് പലപ്പോഴും യോഗം കഴിഞ്ഞിട്ട് വിളിച്ചു പറയുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. അർത്ഥമൊന്നും അറിയാതെ നമ്മൾ മുദ്രാവാക്യം വിളിക്കാറുണ്ട്. ഏതായാലും ഇപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. 20-ാമത്തെ വാക്യം മുതൽ 1 കൊരിന്ത്യർ 15-ന്റെ 20-ാമത്തെ വാക്യം മുതൽ പൗലോസ് ലീഹ പുനരുത്ഥാനത്തെ പറ്റി പറയുന്നു. അതിൽ 23-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് പുനരുത്ഥാനത്തിന്റെ ഒരു ക്രമം, ദ ഓർഡർ ഓഫ് റിസറക്ഷൻ. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിന്റെ വരവിങ്കൽ അവനുള്ളവരുടെ പുനരുത്ഥാനം, പിന്നെ ലോകാവസാനം. ആ ലോകാവസാനത്തിന് ശേഷം എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അന്ന് അവൻ എന്ത് ചെയ്യും? യേശു ക്രിസ്തു, അവൻ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. ഇന്ന് ക്രൂശുമരണത്തിലൂടെ യേശു ക്രിസ്തു കൊലോസ്യർ 3:14-15 2:14-15 കൊലോസ്യർ 2:14-15 യേശു ക്രിസ്തു ക്രൂശിൽ വെച്ച് സകല വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വയ്പ്പിച്ച് കീഴടക്കി അവയുടെ മേൽ ജയോത്സവം, ജയഭേരി മുഴക്കി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ആ ഒരു ക്രമം ഞാൻ പറയുകയാണ്. സ്തോത്രം. ക്രൂശിൽ യേശുക്രിസ്തുവിന്റെ മരണത്താൽ സാത്താന്യ ശക്തികളെ, അതാണ് ഇവിടെ വാഴ്ചകൾ, അധികാരങ്ങൾ എന്ന നിലയിൽ പറയുന്നത്, സാത്താന്യ ശക്തികളെ മുഴുവനും എന്തു ചെയ്തു? ആയുധവർഗം വയ്പ്പിച്ചു, അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി, അവയെ പരസ്യമായ കാഴ്ചയാക്കി. അതുതന്നെയാണ് എബ്രായർ 2:14-15 നമ്മൾ വായിക്കുന്നത്. മരണാധികാരിയായിരുന്ന പിശാചിനെ യേശു തന്റെ മരണം കൊണ്ട് നീക്കി. അതുതന്നെയാണ് 1 യോഹന്നാൻ 3:8 നമ്മൾ വായിക്കുന്നത്. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ഇതെല്ലാം കൂടെ ഒരേ കാര്യമാണ്. മാനവജാതിയുടെ പാപത്തിന് ക്രിസ്തു തന്റെ മരണത്താൽ ക്രൂശിൽ പരിഹാരം വരുത്തിയപ്പോൾ പിശാചിന്റെ മനുഷ്യന്റെ മേലുള്ള പിടി, ക്ലച്ചസ് അയഞ്ഞു. അവന് നമ്മുടെ മേൽ ന്യായമായ അവകാശവും അധികാരവും ഇല്ലാതെയായി. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്ന ഈ പറഞ്ഞ 3-4 വാക്യങ്ങളുടെ അർത്ഥം. ആ ക്രമം പറയുകയാണ്. അപ്പോൾ ക്രൂശിൽ യേശു വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വയ്പ്പിച്ചു. നമ്മൾ അതുകൊണ്ടാണ് ശ്രീയേശുനാമം അതിശയനാമം എന്ന പാട്ടിനകത്തൊരു സ്റ്റാൻസ പാടുന്നത്. വാനം ഭൂമി ഏവം പാതാളം ഒരുപോൽ വാഴ്ത്തി വണങ്ങും നാമം. വാനിലും ഭൂവിലുമുള്ള എല്ലാ അധികാരത്തെയും ആയുധം വയ്പ്പിച്ച നാമം. അത് ക്രൂശിൽ സംഭവിച്ചു. സ്തോത്രം. രണ്ടാമത്തെ ഘട്ടം യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിൽ സംഭവിച്ചു. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു. യേശു ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരുത്തപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് എന്താ പൗലോസ് പറയുന്നത്? 20 മുതൽ ഒന്ന് വായിച്ചു വേണമെങ്കിൽ. കിട്ടിയില്ലേ? എഫേസ്യർ 1:20 മുതൽ.
which he had wrought in Christ when he raised him up from the dead and set him at his own right hand in the heavenly places, far above all principality and power and might and dominion and every name that is named, not only in this world, but also in that which is to come, and had put all things under his feet, and gave him to be the head over all things to the church, which is his body, the fullness of him that filleth all in all. ഹല്ലേലൂയ. ദൈവശക്തിയെക്കുറിച്ച് പൗലോസ് പറഞ്ഞു വരികയായിരുന്നു 19-ാമത്തെ വാക്യത്തിൽ. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, that power which is at work for you and me who believe, the same power, not that similar power, but the same power is at work for us, and which was at work in the body of Christ. Jesus was resurrected, raised from the dead, and he was lifted up to the right hand of the glory and placed him above all principalities, so on and so on. Praise God. മനസ്സിലാവുന്നുണ്ടല്ലോ? നമുക്ക് വേണ്ടി വിശ്വസിക്കുന്ന, നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയെ പൗലോസ് പരിചയപ്പെടുത്തുവാൻ വേണ്ടി യേശുക്രിസ്തുവിന്റെ സാദൃശ്യമെടുക്കുകയാണ്. യേശുവിന്റെ മൃതശരീരത്തിൽ ആ ശക്തി വ്യാപരിച്ചു. യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചു. യേശുവിനെ എന്ത് ചെയ്തു? മഹിമയുടെ വലത്തു ഭാഗത്തേക്ക് ആരോഹണം ചെയ്യിച്ചു. എന്നിട്ടോ എല്ലാ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ള ലോകത്തിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും, എല്ലാ കർത്തൃത്വത്തിനും, ബാക്കി പദം എന്താണ്? അത്യന്തം മീതെ ഇരുത്തി. അത്യന്തം മീതെ, വെറും മീതയല്ല, അത്യന്തം മീതെ. അത്യന്തം മീതെ എന്ന് പറഞ്ഞാൽ അതിന് മുകളിലേക്ക് വേറെ ഒന്നില്ലാത്തതുപോലെ യേശുവിനെ വാഴിച്ചിരിക്കുന്നു. ആ ക്രമത്തിൽ എൻ്റെ കൂടെ നിങ്ങൾ വരുന്നുണ്ടെന്ന് ഞാൻ കരുതട്ടെ. യേശു ക്രൂശിൽ വാഴ്ചകളെയും അധികാരങ്ങളെയും എല്ലാം കീഴ്പ്പെടുത്തി അവയുടെ മേൽ ജയം കൊണ്ടാടി. രണ്ടാമത് യേശുക്രിസ്തുവിന്റെ ഉയർപ്പിലും സ്വർഗാരോഹണത്തിലും കൂടെ സകല വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും കർത്തൃത്വങ്ങൾക്കും നാമങ്ങൾക്കും മീതെ അവൻ ഇരുത്തപ്പെട്ടു. സ്തോത്രം. ഇപ്പോഴത്തെ അവസ്ഥയാണത്. ഇപ്പോഴത്തെ അവസ്ഥ. കൂടെ വരുന്നുണ്ടല്ലോ എല്ലാവരും? സ്തോത്രം. അതായത് യേശു ക്രൂശിൽ ഈ ശക്തികളെ ജയിച്ചു. യേശു ഈ ശക്തികളുടെ ഒക്കെ മീതെ ഇരുത്തപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഈ ശക്തികൾക്ക് ഇതുവരെ നീക്കം വന്നോ? ഇല്ല. അതേക്കുറിച്ചാണ് പൗലോസ് 1 കൊരിന്ത്യർ 15 പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവയെ തമ്മിൽ ബന്ധിപ്പിക്കാൻ പ്രയാസമില്ലെന്ന് ഞാൻ കരുതുന്നു. സ്തോത്രം. ഇപ്പൊ 2 ഘട്ടങ്ങൾ നമ്മൾ കണ്ടു. ഈ ശക്തികളെ ക്രൂശിൽ തോൽപ്പിച്ചതും സ്വർഗാരോഹണത്തോടുകൂടെ പിതാവിന്റെ വലഭാഗെ ഇരിക്കുന്നതിനാൽ ഈ സകല ശക്തികളിന്മേലും ക്രിസ്തുവിന് അധികാരം ഉണ്ടാകുന്നതും. സ്തോത്രം. സാത്താന്യമാകട്ടെ മാനുഷികമാകട്ടെ, സ്തോത്രം, സകല വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കർത്തൃത്വങ്ങൾക്കും നാമങ്ങൾക്കും സിംഹാസനങ്ങൾക്കും ഒക്കെ മീതെയാണ് നമ്മുടെ കർത്താവിനെ ഇരുത്തിയിരിക്കുന്നത്. എങ്കിലും ഇതുവരെ
അവകൾക്ക് നീക്കം വന്നിട്ടില്ല. അതിന്റെ മൂന്നാം ഘട്ടമാണ് നാം ഇപ്പോൾ വായിച്ച 1 കൊരിന്ത്യർ 15:24. ഒന്നും കൂടെ വായിച്ചോളൂ, ഈ ഒരു മനസ്സിലാക്കലോടുകൂടെ, ഈ ഒരു വിഷയത്തിന്റെ ഗ്രാഹ്യത്തോടുകൂടെ. ഒന്ന് കൊരിന്ത്യർ 15:20. അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. സ്തോത്രം. അപ്പോൾ കീഴടക്കിയ, 2 അടക്കി ഭരിക്കുന്ന കർത്താവ് താൻ കീഴ്പ്പെടുത്തിയ ശക്തികളെ മൂന്നാം ഘട്ടത്തിൽ നീക്കം ചെയ്യുവാൻ വരികയാണ്. ഇവയെ നീക്കം ചെയ്യുന്ന പ്രക്രിയകളാണ് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം മുതൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവയുടെ മേൽ ജയമെടുക്കുന്ന, ക്രൂശിൽ നിവർത്തിച്ച കാര്യങ്ങളുടെ പ്രായോഗിക നടത്തിപ്പിന്റെ നടപടിക്രമങ്ങളെന്ന്. സ്തോത്രം. എന്നിട്ട് അടുത്ത വാക്യം കൂടെ വായിച്ചാട്ടെ. 25. മ്യൂട്ടാ സുജ, വായിക്കുകയാണെങ്കിൽ മ്യൂട്ടാ. അവൻ സകല ശത്രുക്കളെയും കാൽക്കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. സ്തോത്രം. എന്നിട്ട് പറയുന്നു, ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. നീങ്ങിപ്പോകും. എന്നിട്ട് അടുത്ത വാക്യം, അടുത്ത 2 വാക്യങ്ങൾ കൂടെ വായിച്ചു. സകലത്തെയും അവന്റെ കാൽക്കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴുകിയത്രേ എന്ന് സ്പഷ്ടം. എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ടു വന്ന ശേഷം ദൈവം സകലത്തിലും സകലവും ആകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും. സ്തോത്രം. ഇപ്പൊ നമ്മൾ മുമ്പേ വായിച്ചതുപോലെ സകലത്തെയും തന്റെ കാൽ കീഴാക്കിയിരിക്കുന്നെന്ന് എഫേസ്യ ലേഖനത്തിൽ വായിച്ചു. എന്നാൽ അത് പ്രായോഗിക തലത്തിൽ എത്തിയിട്ടുണ്ടോ ഇതുവരെ? ഇല്ല. സ്തോത്രം. ഇന്നും ക്രിസ്തുവിന്റെ അധികാരത്തോട് വിഘടിക്കുന്ന വെറും മൺകീടങ്ങളായ മനുഷ്യരെ കാണാം. യേശുക്രിസ്തുവിന്റെ കർത്തൃത്വത്തെ നിഷേധിക്കുന്ന ലോക ഭരണാധിപന്മാരുണ്ട്, മതനേതാക്കളുണ്ട്, പട്ടാള മേധാവികളുണ്ട്, സാത്താന്യ ശക്തികളുണ്ട്. സ്തോത്രം. എന്നാൽ ഇവിടെ ഏറ്റവും ഒടുവിലത്തെ ശത്രുവിനെ വരെ കീഴാക്കുകയും നീക്കിക്കളയുകയും ചെയ്യുന്ന ഒരു സമയത്തിന്റെ ക്രമീകരണമാണ് ദൈവം ചെയ്തിട്ടുള്ളതെന്ന് ഇന്നലെയെ നമ്മൾ പഠിച്ചു. അതിന്റെ നടപടിക്രമങ്ങളിലേക്കാണ് വെളിപ്പാട് 6-ാം അധ്യായത്തിലൂടെ സപ്തമുദ്രിതമായ പുസ്തകത്തിന്റെ സ്വീകരണത്തിലൂടെയും മുദ്രാഭേദനത്തിലൂടെയും കുഞ്ഞാട് പ്രവേശിക്കുന്നത്. സ്തോത്രം. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായോ? ഇത്രയും കാര്യങ്ങളിൽ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ശരി, സംശയങ്ങളില്ല എങ്കിൽ നമുക്ക് ആ നടപടിക്രമങ്ങളെ കുറിച്ച് കുറെ കൂടെ വ്യക്തമായിട്ട് നോക്കാം. ഇങ്ങനെ കുഞ്ഞാട് സകല വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും നീക്കം വരുത്തുവാൻ വേണ്ടി ഒരു സൈനിക നടപടിക്രമം തുടങ്ങുകയാണ്. അല്ലെങ്കിൽ ബലപ്രയോഗത്തിലൂടെയാണ് അതിവിടെ നടത്തുന്നത്. സ്തോത്രം. ഇതുവരെ സാത്താന്യ ശക്തികളുടെ മേൽ ദൈവം അല്ലെങ്കിൽ ക്രിസ്തു ബലപ്രയോഗമൊന്നും നടത്തിയില്ല കേട്ടോ. ആത്മീയ മണ്ഡലങ്ങളിൽ മാത്രമായിരുന്നു ഇതുവരെയുള്ള പോരാട്ടങ്ങൾ.
നീതി അല്ലെങ്കിൽ നിയമപ്രകാരമുള്ള യുദ്ധങ്ങളാണ് ഇതുവരെ നടന്നിട്ടുള്ളത്. നിയമയുദ്ധങ്ങളായിരുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ? പിശാചുമായിട്ടോ അവന്റെ സംഘങ്ങളുമായിട്ടോ ദൈവത്തിനൊരു ബലപ്രയോഗം നടത്തേണ്ടതായി ഇതുവരെ വന്നിട്ടില്ല. ഇതുവരെ ക്രിസ്തു നേടിയ വിജയങ്ങളെല്ലാം നിയമപ്രകാരമുള്ള വിജയങ്ങളായിരുന്നു. എന്ന് വെച്ചാൽ മനുഷ്യൻ പിശാചിനും മരണത്തിനുമൊക്കെ അടിമപ്പെട്ടു പോയത് അവന്റെ പാപം നിമിത്തമായിരുന്നെങ്കിൽ ദൈവ നിയമത്തിന്റെ മുമ്പിൽ ആ പാപത്തിന് പരിഹാരം വരുത്തി. അടിമത്വത്തിലേക്ക് പോയവരെ നിയമപ്രകാരം വീണ്ടെടുത്തു. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, the devil and all his powers lost their legal right over humanity. മാനവജാതിയുടെ മേൽ പിശാചിനും അവന്റെ സംഘങ്ങൾക്കുമുള്ള നിയമപരമായ അവകാശങ്ങൾ നഷ്ടപ്പെട്ടു. എപ്പോൾ? ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ. സ്തോത്രം. അതുകൊണ്ടാണ് തന്റെ മരണത്താൽ പിശാചിനെ നീക്കിയെന്ന് എബ്രായ ലേഖനം 2:14-15 നമ്മൾ വായിച്ചത് അല്ലെങ്കിൽ വായിക്കുന്നത്. നിയമപരമായി ക്രിസ്തു യുദ്ധം ജയിച്ചിരിക്കുന്നു. പക്ഷേ ഈ നാണംകെട്ട സാത്താൻ, നാണമില്ലാത്ത പിശാച് എന്നാലും ഒഴിഞ്ഞു കൊടുക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് ഇവിടെ ബലപ്രയോഗം ആവശ്യമായി വരുന്നു, യുദ്ധം ആവശ്യമായി വരുന്നു, സൈനിക നടപടിക്രമങ്ങൾ ആവശ്യമായി വരുന്നു. അതിന് കുഞ്ഞാട് ഇവിടെ എഴുന്നേൽക്കുകയാണ്. സ്തോത്രം. ഇതുവരെ കുഞ്ഞാടിനെ കുപിതനായി നമ്മൾ കണ്ടിട്ടില്ല. അക്ഷോഭ്യനായിട്ടാണ് നാം കുഞ്ഞാടിനെ കണ്ടിട്ടുള്ളത്. കുഞ്ഞാട് എന്നത് സൗമ്യതയുടെ പ്രതീകവുമാണ്, അല്ലെ? ആക്രമണത്തിന്റെയോ വയലൻസ്, അക്രമത്തിന്റെയോ ഒന്നും പ്രതീകമല്ല കുഞ്ഞാട്. സൗമ്യതയുടെ, ശാന്തതയുടെ, ക്ഷമയുടെ, സഹനത്തിന്റെ ഒക്കെ പ്രതീകമാണ് കുഞ്ഞാട്. പക്ഷെ ആ കുഞ്ഞാടിനെ നമുക്ക് വിരോധാഭാസമായി തോന്നുന്ന ഒരു ഘടകമുണ്ട്. സ്തോത്രം. പ്രൈസ് ഗോഡ്. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. അതിന്റെ 15 മുതൽ തന്നെ നമുക്ക് വായിക്കാം. 6:15 following. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകലദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവീൻ, സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുഖം കാണാതെ വണ്ണവും കുഞ്ഞാടിന്റെ കോപം തട്ടാതെ വണ്ണവും ഞങ്ങളെ മറപ്പീൻ. അവരുടെ മഹാകോപ ദിവസം വന്നു, ആർക്കു നിൽപ്പാൻ കഴിയും എന്ന് പറഞ്ഞു. സ്തോത്രം. ഇവിടെ സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവ പിതാവിന്റെ മുഖം കാണാതെയും കുഞ്ഞാടിന്റെ കോപം തട്ടാതെയും ഞങ്ങളെ മറപ്പീൻ. ഒരു പാരഡോക്സിക്കലായിട്ടുള്ള ഒരു സ്വഭാവം, അല്ലെ? കുഞ്ഞാട്, കോപിക്കുന്ന കുഞ്ഞാട്, അതും മനുഷ്യന്, വെറും മനുഷ്യനല്ല, രാജാക്കന്മാർക്ക്, മഹത്തുക്കൾക്ക്, സഹസ്രാധിപന്മാർക്ക്, ബലവാന്മാർക്ക്, ഇവർക്കു പോലും നോക്കുവാൻ കഴിയാത്തതുപോലെ, എതിർത്ത് നിൽക്കുവാൻ കഴിയാത്തതുപോലെ പ്രകോപിതനായ കുഞ്ഞാടിനെയാണ് നാം ഇവിടെ കാണുന്നത്. തൊട്ടു പുറകിലത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടത് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്ന കുഞ്ഞാട്. കുഞ്ഞാട് തന്നെ സൗമ്യതയുടെ പ്രതീകമാണ്. അതിൻ്റെ കൂടെ അറുക്കപ്പെട്ടതും കൂടെയാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. എന്നാൽ ആ കുഞ്ഞാടിന്റെ രൂപം ഇവിടെ മാറുന്നു. സ്തോത്രം. കുപിതനായ, പ്രകോപിതനായ, ക്ഷുഭിതനായ
കോപം കൊണ്ട് ജ്വലിച്ചു നിൽക്കുന്നതായ കുഞ്ഞാട്. നമ്മൾ 1-ാമത്തെ അധ്യായത്തിൽ തേജസ്കരിക്കപ്പെട്ട യേശുക്രിസ്തുവിന്റെ മുഖത്തെയും ശബ്ദത്തെയും കാലിനെയും കണ്ണിനെയും ഒക്കെ വിശേഷിച്ചെടുത്ത് പഠിച്ചിരുന്നു. ഓർമ്മ കാണും നിങ്ങൾക്ക്. അതിൽ തൽക്കാലം കണ്ണിന്റെ മാത്രം ഒരു ചിത്രം നോക്കിക്കേ. എങ്ങനെയുണ്ട് ഈ കുഞ്ഞാടിന്റെ കണ്ണ്? അഗ്നിജ്വാലയ്ക്കൊത്തത്. അഗ്നിജ്വാലയ്ക്കൊത്തതാണ്. സ്തോത്രം. അഗ്നിജ്വാലയ്ക്കൊത്തത്. കാരണം അവൻ പ്രകോപിതനാണ്. ഈ കുഞ്ഞാട് പ്രകോപിതനാണ്. സ്തോത്രം. ഇന്നലെ നമ്മൾ ഒടുവിൽ പറഞ്ഞു നിർത്തിയ കാര്യം ഓർമ്മ കാണും. പാപികൾ ഏറ്റവും അധികം ഭയപ്പെടുന്നത് മരണത്തെ അല്ല. പാപികൾ ഏറ്റവും അധികം ഭയപ്പെടുന്നത് പാപത്തിന്റെ ശിക്ഷയെ അല്ല. പകരം പാപികൾ ഏറ്റവും ഭയപ്പെടുന്നത് എന്തിനെയാണ്? ഓർമ്മ കാണുമല്ലോ. ദൈവ സാന്നിധ്യത്തെയാണ്. എക്കാലവും മാനവ ചരിത്രത്തിന്റെ തുടക്കം മുതൽ നാം അത് കാണുന്നുണ്ട്. ഇന്നും അതങ്ങനെ തന്നെ. നിത്യതയിലും ന്യായവിധിയിലും അങ്ങനെ തന്നെ. അതേപ്പറ്റി ഞാൻ ഇന്നും ഇങ്ങനെ ചിന്തിച്ചപ്പോൾ വിചാരിക്കുകയായിരുന്നു, പാപമോചനം പ്രാപിച്ചിട്ടില്ലാത്ത പാപികളെ ഇനി ഒരു അളവിൽ ദൈവം പറയുക, സാരമില്ല, നിങ്ങൾ നരകത്തിൽ പോകണ്ട, ഇങ്ങ് സ്വർഗത്തിൽ പോരാൻ പറഞ്ഞാൽ ആ സ്വർഗത്തിൽ അവരെ കംഫർട്ടബിൾ ആയിരിക്കുമോ? അവരെ സുഖം അനുഭവിക്കുമോ? പറ്റില്ല. അവർ പറയും, ഞങ്ങൾ ഇവിടെ കംഫർട്ടബിൾ അല്ല. We may be more comfortable in the hell. Will feel a freedom there. Please transfer us to the hell. ഇനിയും ഈ പാപികളെ ദൈവ സാന്നിധ്യത്തിന്റെ നിറവനുഭവിക്കുന്ന സ്വർഗത്തിലേക്ക് കൊണ്ടുപോയാലും അവരവിടെ ഇരിക്കുവാൻ ഇഷ്ടപ്പെടില്ല. ദൈവ സാന്നിധ്യം അവർക്ക് അനുഭവിപ്പാൻ കഴിയാത്ത നരകത്തിലേക്ക് പോകുന്നതായിരിക്കും അവർക്ക് കൂടുതൽ അഭികാമ്യം. ഓർക്കണേ, പാപം ചെയ്യുന്ന മനുഷ്യർ ഏറ്റവും അധികം ഭയപ്പെടുന്നത് തിരുസാന്നിധ്യത്തെയാണ്. മരണത്തെക്കാളും അധികം, പാപത്തിന്റെ കടുത്ത ശിക്ഷാവിധിയെക്കാളും അധികം അവർ ഭയപ്പെടുന്നത് ദൈവത്തിന്റെ സാന്നിധ്യത്തെയാണ്. പരിശുദ്ധനായ ദൈവത്തിന്റെ സാന്നിധ്യത്തെയാണ്. സ്തോത്രം. നീതിമാനായ ദൈവത്തിന്റെ സാന്നിധ്യത്തെയാണ്. പ്രൈസ് ഗോഡ്. അതേസമയം പാപമോചനം പ്രാപിച്ച വിശുദ്ധന്മാർ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് സ്നേഹവാനാകുന്ന ദൈവത്തിന്റെ പിതാവിന്റെ സാന്നിധ്യത്തെയാണ്. ഹല്ലേലൂയ. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? അങ്ങനെ ദൈവ സാന്നിധ്യത്തെ ഭയന്നോടുന്ന ഒരു സാർവത്രിക ലോകം. എന്നിട്ട് നാം അവിടെ കാണുന്നു, കുഞ്ഞാടിന്റെ കോപ ദിവസം വന്നുവല്ലോ. അവിടെയാണ് 5-ാം അധ്യായത്തിലെ യഹൂദ ഗോത്രത്തിലെ സിംഹരൂപവും കൂടെ ഈ കുഞ്ഞാടിൽ വെളിപ്പെടുന്നത്. Yes, of course, he is here just like a roaring lion. ഇവിടെ കേവലം യാഗമായി രക്തം ചിന്തി നിൽക്കുന്ന അറുക്കപ്പെട്ട കുഞ്ഞാട് മാത്രമല്ല ക്രിസ്തു. ഇവിടെ കേവലം ലോകത്തിന്റെ പാപത്തെയും ചുമന്നൊഴിക്കുന്ന ദൈവകുഞ്ഞാട് മാത്രമല്ല ക്രിസ്തു. ഇവിടെ കേവലം നമ്മുടെ പാപത്തെ മുഴുവനും തൻ്റെ ശരീരത്തിന്റെ മേൽ ചുമന്നുകൊണ്ട് ക്രൂശിൽ കയറി പാപത്തിന് പരിഹാരം വരുത്തുന്ന പ്രായശ്ചിത്തമായൊരു കുഞ്ഞാട് മാത്രമല്ല യേശു. അവനിവിടെ അലറുന്ന സിംഹം പോലെ പ്രകോപിതനായി നിൽക്കുകയാണ്. സ്തോത്രം. അപ്പൊ കുഞ്ഞാട് കോപിക്കുമോ? കോപിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ
ഒരു പ്രധാന കാര്യം നമുക്ക് ചിന്തിപ്പാനുണ്ട്. കുഞ്ഞാട്, സ്നേഹസ്വരൂപനായ ദൈവം കോപിക്കുന്നത് എന്തുകൊണ്ട്? ദൈവത്തിന്റെ ക്രോധവും കോപവും ആരോടല്ല, എന്തുകൊണ്ടല്ല, പിന്നെ ആരോടാണ്, എന്തിനോടാണ്? സ്തോത്രം. ദൈവത്തിന്റെ അല്ലെങ്കിൽ ഈ ദൈവ കുഞ്ഞാടിന്റെ സിംഹാസനത്തിലിരിക്കുന്ന പിതാവിന്റെയും ഈ 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്ന പുസ്തകം വാങ്ങി മുദ്രകൾ ഓരോന്നോരോന്നായി തുറക്കുന്ന കുഞ്ഞാടിന്റെയും മഹാക്രോധം അല്ലെ, അങ്ങനല്ലേ പറഞ്ഞിരിക്കുന്നത്? മഹാക്രോധ ദിവസം എന്നല്ലേ? സാധാരണ കോപമല്ല, മഹാക്രോധ ദിവസം വന്നിരിക്കുന്നു. ഈ മഹാക്രോധം ആർക്കെതിരെ അല്ല, അല്ലെങ്കിൽ എന്തിനെതിരെ അല്ല? കേവലം മനുഷ്യർക്കെതിരെ അല്ല, ദൈവ സൃഷ്ടിക്കെതിരെ അല്ല, പിന്നെ അമ്മ നിങ്ങളും കൂടെ പറഞ്ഞു, ഇടയ്ക്ക് ശബ്ദം ഒന്ന് മാറി കേൾക്കാം. വാഴ്ചകൾക്കും അല്ല, പാപത്തിനെതിരെ. യെസ്, ഇവിടെ ദൈവത്തിന്റെ കോപം ജ്വലിക്കുന്നത് പാപത്തിനെതിരെയാണ്. റോമാലേഖനം 1-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം 18 വായിച്ചു. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. ദൈവത്തെക്കുറിച്ച് അറിയാകുന്നത് അവർക്ക് വെളിവാക്കിയിരിക്കുന്നു. ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവർത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദം ഇല്ലാതിരിക്കേണ്ടതിന് തന്നെ. ആമേൻ. കണ്ടോ, ആ 18-ാമത്തെ വാക്യത്തിൽ നമുക്കതിന്റെ ഉള്ളടക്കമുണ്ട്. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യർക്കെതിരെയല്ല, മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെയാണ് ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നത്. സ്തോത്രം. ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. അത് തന്നെയാണ് നാം യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിലും കാണുന്നത്. 16-ാം വാക്യം നമുക്ക് വളരെ സുവ്യക്തമായിട്ടറിയാം. എന്നിട്ട് 17 മുതൽ യോഹന്നാൻ അവിടെ പറയുന്നു, ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത്, ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ന്യായം വിധിപ്പാനല്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ വന്ന് പറഞ്ഞിട്ട് അതിന്റെ 19-ാമത്തെ വാക്യം, ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളത് ആകയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. സ്തോത്രം. മനുഷ്യന്റെ ഈ സ്വഭാവത്തിനെതിരെയാണ് ദൈവത്തിന്റെ കോപം ജ്വലിക്കുന്നത്. നമുക്കറിയാം, ദൈവത്തിൽ സ്നേഹം മാത്രമല്ല ഉള്ളത്, ദൈവം അതേ സമയം തന്നെ പരിശുദ്ധനുമാണ്, നീതിമാനുമാണ്. സ്തോത്രം. ദൈവം സ്നേഹം മാത്രമായിരുന്നെങ്കിൽ നമ്മുടെ പാപങ്ങളെ കണക്കിടില്ലായിരുന്നു. പക്ഷേ ദൈവം നീതിമാനും പരിശുദ്ധനും ന്യായമുള്ളവനും കൂടെയാണ്. ഹീസ് റൈറ്റ്ഷ്യസ്.
He is holy and he is just. ദൈവത്തിന്റെ നീതി, ന്യായം, സത്യം, പരിശുദ്ധി എന്നിവയൊക്കെ പാപത്തിനെതിരെ കാർക്കശ്യ നിലപാടെടുക്കുവാൻ ദൈവത്തെ നിർബന്ധിക്കുന്നു. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. ഇവിടെ ആ കാര്യമാണ് വ്യക്തമാക്കുന്നത്. ദൈവത്തിന്റെ മഹാക്രോധ ദിവസം വന്നിരിക്കുകയാണ്. സ്തോത്രം. ദൈവം അവർക്ക് മാനസാന്തരപ്പെടുവാൻ നൽകിയ സമയത്തെ അവർ ഉപയോഗിച്ചില്ല. അവസരങ്ങളെ അവർ നഷ്ടപ്പെടുത്തി. They willfully rejected the free offer of salvation and redemption from the condemnation of sin. They purposely and deliberately despised divine calling unto safety and salvation. They willfully rejected God's offer of salvation from the wrath of God. മനസ്സിലാവുന്നോ? ദൈവം ഈ മനുഷ്യർക്ക് സൗജന്യമായി നൽകിയ രക്ഷയുടെ വാഗ്ദത്തത്തെ അവർ മനഃപൂർവ്വം വേണ്ടെന്ന് വെച്ചു. പാപത്തിന്റെ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെട്ട് ദൈവത്തിന്റെ ക്രോധത്തിൽ നിന്നും ഓടിപ്പോയി ദൈവത്തിന്റെ കരുണയിൽ അഭയം തേടുന്നതിനുള്ള അവരുടെ മുമ്പിൽ തുറന്നിട്ട വാതിലിനെ അവർ മനഃപൂർവ്വം അവഗണിച്ചു. സ്തോത്രം. അവരുടെ ആ പാപത്തിനെതിരെയാണ് ദൈവത്തിന്റെ ക്രോധം ഇവിടെ ജ്വലിക്കുന്നത്. അതിൽ അനുരഞ്ജനങ്ങളില്ല. നോ കോംപ്രമൈസ്. അവിടെ കരുണ ലേശമില്ല. സ്നേഹത്തിന്റെ കണിക പോലുമില്ല. ദയയില്ല, കൃപയില്ല. ഓർക്കണമേ, അവിടെ നീതിയും ക്രോധവും ന്യായവും സത്യവും മാത്രമേ ഉള്ളൂ. സ്തോത്രം. കാൽവറിയിലാണ് ഇവയെല്ലാം കൂടെ ഒരുമിച്ച് സമ്മേളിക്കുന്നത്. പല പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നും കൂടെ ആവർത്തിക്കുന്നു. പാപത്തോടുള്ള ദൈവത്തിന്റെ പരിശുദ്ധിയും ന്യായവും നീതിയും ക്രോധവും, രണ്ടാം ഭാഗത്ത് പാപിയോടുള്ള ദൈവത്തിന്റെ കരുണയും ദയയും സ്നേഹവും ഒരുമിച്ച് സമ്മേളിക്കുന്ന സമ്മേളന സംഗമസ്ഥാനമാണ് കാൽവറി ക്രൂശ്. സ്തോത്രം. ആവർത്തിക്കണ്ടല്ലോ. പ്രൈസ് ഗോഡ്. ആവർത്തിക്കണമെങ്കിൽ പറയണേ. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഒറ്റ പ്രാവശ്യം പറഞ്ഞങ്ങ് വിട്ടത്. അപ്പോൾ ഈ രണ്ട് പ്രകൃതങ്ങളും കൂടെ ഒരുമിച്ച് സമ്മേളിച്ചത് ക്രൂശിൽ മാത്രമാണ്. ക്രൂശിലെ പാപത്തിന്റെ ന്യായവിധിയിൽ മാത്രമാണ്. ക്രൂശിൽ നടന്ന ന്യായവിധി എന്തിന്റെ ന്യായവിധിയായിരുന്നു? പാപത്തിന്റെ ശിക്ഷാവിധി. റോമർ 8:3 വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. സ്തോത്രം. പാപത്തിന് ദൈവം യേശു ക്രിസ്തുവിന്റെ ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. സ്തോത്രം. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് സമ്മേളിച്ചത് കാൽവറി ക്രൂശിലാണ്. എന്നാൽ ആ ഫ്രീ ഓഫറിനെ, സൗജന്യമായ ദാനത്തെ മനുഷ്യൻ മനഃപൂർവം വേണ്ടെന്ന് വെച്ചു, തിരസ്കരിച്ചു, ത്യജിച്ചു കളഞ്ഞു. സ്തോത്രം.
അങ്ങനെ മനഃപൂർവം ത്യജിച്ചു കളയുകയും അവർക്ക് മാനസാന്തരപ്പെടുവാൻ ദൈവം അനുവദിച്ച സമയത്തിന്റെ പരിധി തീരുകയും ചെയ്തതുകൊണ്ട് ഇനിയും അവർക്ക് വേണ്ടി ഒരു കരുണയും അവശേഷിക്കുന്നില്ല. നമ്മൾ വായിച്ചിട്ടുള്ള മറ്റൊരു വാക്യവും കൂടെ ചേർത്ത് വായിക്കാം. റോമർ 2:4. ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്ന് അറിയാതെ നീ അവന്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? നിരസിച്ചാൽ എന്താണ് ഇനിയുള്ളത്? എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരതിച്ചു വെക്കുന്നു. കണ്ടോ, ദൈവം ഒരു മനുഷ്യന് മാനസാന്തരപ്പെടാൻ അവസരം നൽകും. മാനവകുലത്തിൽ പിറന്നിട്ടുള്ള സകല മനുഷ്യർക്കും, യൂദ ഇസ്കറിയോത്ത ഉൾപ്പെടെ സകല മനുഷ്യർക്കും മാനസാന്തരപ്പെടാൻ ദൈവം അവസരം നൽകിയിട്ടുണ്ട്, ഇനിമേലിലും നൽകും. മാനസാന്തരത്തിന് അവസരം നൽകപ്പെട്ടിട്ടില്ലാത്തത് സാത്താന് മാത്രമാണ്. സാത്താനും മനുഷ്യനും തമ്മിലുള്ള പല വ്യത്യാസങ്ങളിൽ ഒരു പ്രധാന വ്യത്യാസം ഇതാണ്: നോ റിപ്പൻറ്റൻസ് ഫോർ ദ ഡെവിൾ ആൻഡ് therefore no offer or no chance for repentance for him. But for man there are plenty of occasions, including Judas Iscariot. യൂദ ഇസ്കറിയോത്ത ഉൾപ്പെടെയുള്ള മനുഷ്യർക്ക് ദൈവം മാനസാന്തരത്തിന് ധാരാളം അവസരങ്ങൾ നൽകുന്നു. പക്ഷെ പിശാചിന് എന്തില്ല? മാനസാന്തരത്തിന് അവസരമില്ല. ഇതാണ് സാത്താനും മനുഷ്യനും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങളിൽ ഒന്ന്. ഇവിടെ സകല മനുഷ്യർക്കും മാനസാന്തരത്തിനായിട്ട് സമയം തരുന്നു. ആ സമയത്തെ വിളിക്കുന്നത്, സ്തോത്രം, ദൈവത്തിന്റെ മനസ്സലിവിന്റെ കാലമെന്നാണ്. എ ടൈം ഓഫ് ഡിവൈൻ കമ്പാഷൻ, എ ടൈം ഓഫ് ഡിവൈൻ മെഴ്സി, കൈൻഡ്നസ്, ഗ്രേസ് എന്നൊക്കെ നമുക്ക് വിളിക്കാം. കൃപയുടെ കാലം, മനസ്സലിവിന്റെ കാലം, കരുണയുടെ കാലം. സ്തോത്രം. അതായത് ദൈവത്തിന്റെ ഭവനം വിട്ടുപോയ മനുഷ്യൻ ദൈവത്തിന്റെ വീട്ടിലേക്ക് മടങ്ങി വരുന്നതും കാത്ത് ദൈവം ഇരിക്കുന്ന കാലത്തിനെയാണ് ഈ മാനസാന്തരത്തിനുള്ള മനസ്സലിവിന്റെ കാലമെന്ന് വിളിക്കുന്നത്. ആ കാലത്ത് ഭയങ്കരം ലാവീഷായിട്ടാണ് കാണുന്നത്. എന്തിന്റെ ലാവീഷാ കാണുന്നത്? എന്തിന്റെ ധാരാളിത്വമാണ് നമ്മളിവിടെ കാണുന്നത്? ദൈവത്തിന്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം. സ്തോത്രം, ഐശ്വര്യം. അതേപ്പറ്റി തന്നെയാണ് എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായത്തിലും പൗലോസ് ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമുണ്ട്. ഇംഗ്ലീഷിൽ കുറെ കൂടെ എനിക്ക് തോന്നുന്നു, മലയാളത്തിലും ഉണ്ട്, പക്ഷെ നമ്മൾ അത്ര ശ്രദ്ധിക്കാറില്ല എന്ന് മാത്രം. സ്തോത്രം. അതിൻ്റെ ധാരാളമായി ഇംഗ്ലീഷിൽ അവിടെ കാണുന്നത് ഹി ലവിഷ്ഡ് ഓൺ us എന്നാണ്. സ്തോത്രം. അതിന്റെ 8-ാമത്തെ വാക്യമാണ്, 1:8. അത് അവൻ നമുക്ക് താൻ ധാരാളമായി കാണിച്ച കൃപാധന പ്രകാരം. കണ്ടോ, ധാരാളമായി കാണിച്ച കൃപാധന പ്രകാരം. ഇംഗ്ലീഷിൽ അങ്ങനെ എവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? അവിടെ abounded towards us. സ്തോത്രം. abounded towards us. Praise God.
സ്തോത്രം. ആംപ്ലിഫൈഡ് വേർഷൻ കൊടുത്തിരിക്കുന്നത് ഹി lavished upon us. സ്തോത്രം. അതിന്റെ 7ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് in accordance with the riches and the generosity of his gracious favor which he lavished upon us. മലയാളത്തിൽ അത് ഒരുമിച്ച് തന്നെയാണ് 8ാമത്തെ വാക്യത്തിൽ. ഇംഗ്ലീഷിൽ 7ഉം 8ഉം വാക്യങ്ങളിലായിട്ടാ കിടക്കുന്നത്. കൃപാധനപ്രകാരം. 2ാം അധ്യായത്തിലും പൗലോസ് അതന്നെയാ പറയുന്നത്. സ്തോത്രം. കരുണാസമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം കൊണ്ട് ഇവിടെ എല്ലാം ഭാഷ പൗലോസിന് പരിമിതപ്പെട്ടു പോവുകയാ. ഈ മനുഷ്യരോട് ദൈവത്തിന്റെ ക്രോധം വെളിപ്പെടുവാൻ കാരണം ഇതാണ്. ദൈവം ഇങ്ങനെ ധാരാളമായി കൃപാധനപ്രകാരം മാനസാന്തരപ്പെടാൻ കൊടുത്ത അവസരത്തെ അവർ മനഃപൂർവം ത്യജിച്ചു കളഞ്ഞു. അതിന്റെ അവധിയും അവർ ലംഘിച്ചു. എങ്കിൽ ഇനിയും പിന്നെ എന്തില്ല? നമ്മൾ റോമർ 2 വായിച്ചു. കരുണയില്ല, ദയയും ദീർഘക്ഷാന്തിയും ഒന്നുമില്ല. പിന്നെന്ത് മാത്രമേ ഉള്ളൂ? ക്രോധവും നീതിയും ന്യായവും. സ്തോത്രം. ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപദിവസത്തേക്ക് തങ്ങൾക്കായിട്ട് തന്നെ ദൈവത്തിന്റെ ക്രോധം കൂട്ടിവെക്കുന്നു, ചരതിച്ചു വെക്കുന്നു, ഡിപ്പോസിറ്റ് ചെയ്ത് വെക്കുന്നു. പ്രിയരെ, ദൈവം എനിക്കും നിങ്ങൾക്കും മാനസാന്തരത്തിനായി നൽകുന്ന അവസരങ്ങളെ നാം വിനിയോഗിച്ചില്ലെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ അടിയൊന്നും കിട്ടിയെന്ന് വരില്ല. പക്ഷേ എല്ലാം കൂടെ ചേർത്ത് ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന ആ ന്യായവിധി ദിവസത്തിലേക്ക് ദൈവകോപം ചരതിച്ചു വയ്ക്കുകയാണ്. ഈ ഭൂമിയിലെ മഹത്തുക്കൾക്കും രാജാക്കന്മാർക്കും ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. അതിന്റെ വിശദീകരണമാണ് നാം വെളിപ്പാട് 6ാമത്തെ അധ്യായത്തിൽ 15 മുതൽക്കുള്ള വാക്യങ്ങളിൽ കാണുന്നത്. കുഞ്ഞാടിന്റെ മഹാക്രോധ ദിവസം വന്നുവല്ലോ. സ്തോത്രം. ക്രോധ ദിവസം. നാം ആരും ദൈവം നമുക്ക് മാനസാന്തരത്തിന് നൽകുന്ന അവസരങ്ങളെ നഷ്ടപ്പെടുത്തരുത്. ദൈവത്തിന്റെ ദയയെ നിരസിക്കരുത്. ദൈവത്തിന്റെ കരുണയെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കരുത്. സ്തോത്രം. കണ്ടില്ലെന്ന് നടിക്കരുത്. പ്രിയരെ, സ്തോത്രം. അങ്ങനെയെങ്കിൽ ആ ക്രോധ ദിവസത്തിൽ നിന്ന് നമുക്കും രക്ഷപ്പെടുവാൻ കഴിയുകയില്ല. സ്തോത്രം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഒന്നുമില്ല. സ്തോത്രം. ഇവിടെ നമ്മൾ കാണുന്ന 1-2 കാര്യങ്ങൾ. ഒന്ന്, സ്തോത്രം, വെളിപ്പാട് 6ന്റെ 15 മുതൽ നാം കാണുന്ന, അല്ലെങ്കിൽ അതിന്റെ 12 മുതൽ തന്നെ കാണുന്ന, 12 തൊട്ട് 14 വരെ നമ്മൾ ഇന്നലെ വരെ ചിന്തിച്ചത് കൊണ്ടാണ് ആ ഭാഗങ്ങൾ എടുക്കാഞ്ഞത്. പ്രകൃതിയുടെ മേൽ കോസ്മിക് ആയിട്ടുള്ള ദൈവിക ശിക്ഷാ നടപടികൾ. 15ാം വാക്യം മുതൽ നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്നത് മനുഷ്യരുടെ മേൽ അത് വരുന്നതിനെ കുറിച്ചാണ്. അവിടെ നമ്മൾ കാണുന്ന ഒരു പ്രത്യേക വിഷയം, the universality of this wrath. ഈ ദൈവകോപത്തിന്റെ സാർവത്രികതയാണ്. സ്തോത്രം. ആ ദൈവകോപം ചെന്നെത്താത്ത ഭൂമിയിലെ ഒരു സ്ഥലവുമില്ല, മനുഷ്യർ പാർക്കുന്ന ഒരിടവുമില്ല. ഇതിന് സാർവത്രികമായ ഒരു സ്വഭാവമാണുള്ളത്. സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തുവിന്റെ വരവും ന്യായവിധിയും എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ സർവ്വലോകത്തെയും ഒരുപോലെ ബാധിക്കും. ഏതെങ്കിലും ഒരു സമൂഹത്തെ മാത്രമല്ല ബാധിക്കുന്നത്. സ്തോത്രം.
എന്നാൽ നമ്മൾ നേരത്തെ പഠിച്ച മേഘപ്രത്യക്ഷത, കർത്താവ് ആകാശമേഘങ്ങൾ വരെ മാത്രം വരുന്ന വരവ് ദൈവസഭയെ മാത്രമാണ് ബാധിക്കുന്നത്. സ്തോത്രം. അല്ലെങ്കിൽ ദൈവസഭയുമായി മാത്രമാണ് ബന്ധമുള്ളത്. ബാധിക്കുന്നത് എന്ന പദം അത്ര ശരിയല്ല. ദൈവസഭയുമായി മാത്രമാണ് ആ വരവിന് ബന്ധം. എന്നാൽ ഇവിടെ കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന, ആ കോപത്തോടെ ഇറങ്ങി വരുന്ന വരവ് സർവ്വലോകവുമായും ബന്ധപ്പെട്ട് കിടക്കുന്നു. അതിൻ്റെ സാർവത്രികമായ സ്വഭാവമാണ് നാം ഇവിടെ കാണുന്നത്. അത് നമ്മൾ മത്തായി 24 അധ്യായത്തിലും കാണുന്നുണ്ട്. നമ്മുടെ കർത്താവ് പറഞ്ഞു, അത് സർവ ലോകത്തിലും വസിക്കുന്ന സകല ഭൂവാസികളുടെ മേലും വരും. ആർക്കും അതിന് ഒഴിവില്ല. സകലരുടെ മേലും വരും. സ്തോത്രം. ജാതി, മത, വർണ്ണ, വർഗ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ അത് സകല മനുഷ്യരെയും ഒരുപോലെ ബാധിക്കുന്നതാണെന്ന് നമുക്ക് അവിടെ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കും. അത് പഴയ നിയമത്തിൽ പറയപ്പെട്ടിട്ടുള്ള യഹോവയുടെ ദിവസവുമായി ബന്ധപ്പെട്ടതാണ്. പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ള യഹോവയുടെ ദിവസവുമായി ബന്ധപ്പെട്ടതാണ്. 1-2 വാക്യങ്ങൾ അതുമായി ചേർത്ത് നമുക്ക് വായിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. യെശയ്യാ പ്രവചനം 13 അധ്യായത്തിന്റെ 6 വാക്യം. ഐശയ്യാ 13:6. വായിച്ചു. യഹോവയുടെ ദിവസം സമീപിച്ചിരിക്കൊണ്ട് മുറയിടുവീൻ, അത് സർവശക്തങ്കിൽ നിന്ന് സർവനാശം പോലെ വരുന്നു. 8. അവർ ഭ്രമിച്ചു പോകും, വേദനയും ദുഃഖവും അവർക്ക് പിടിവിടും. നോവ് കിട്ടിയ സ്ത്രീയെ പോലെ അവർ വേദനപ്പെടും. അവർ അന്യോന്യം തുറിച്ചു നോക്കും, അവരുടെ മുഖം ജ്വലിച്ചിരിക്കും. ഇങ്ങനെ ധാരാളം വാക്യങ്ങളുണ്ട്. ചിലത് ഞാൻ പറയാം, എല്ലാം വായിക്കുന്നില്ല. നേരത്തെ നമ്മൾ പല ഘട്ടങ്ങളിലായി യഹോവയുടെ ദിവസം എന്നതിനെ പറ്റി കണ്ടിട്ടുണ്ട്. കർത്തൃദിവസം, കർത്താവിന്റെ ദിവസം എന്നൊക്കെ അതിനെ വിളിക്കാറുണ്ട്. ഇസ്രായേൽ മക്കൾ പ്രതീക്ഷിച്ചിരുന്നത് യഹോവയുടെ ദിവസം എന്നത് അവരുടെ സകല ശത്രുക്കളിൽ നിന്നും അവരെ രാഷ്ട്രീയമായി വിടിവിക്കുന്ന ഒരു ദിവസം, ഒരു സമയം എന്നായിരുന്നു. ഒരു പ്രത്യേക ദിവസം എന്ന് മാത്രമല്ല, ഒരു ഡ്യൂറേഷനാണത്, ഒരു കാലപരിധിയാണത്, ഒരു കാലയളവാണത്. കാരണം പല കാര്യങ്ങൾ അതിൽ ചെയ്തെടുക്കുവാനായിട്ടുണ്ട്. എന്നാൽ പിൽക്കാലത്ത് പ്രവാചകന്മാർ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, നിങ്ങൾ കാത്തിരിക്കുന്ന യഹോവയുടെ ദിവസം നിങ്ങൾക്ക് ശുഭമല്ല, നിങ്ങൾക്കത് ദോഷമാണ്. കാരണം ദൈവിക ന്യായവിധിയുടെ ഒരു ദിവസമാണത്. നാം അതാണ് ഇപ്പോഴും യെശയ്യാ 13 വായിച്ചത്. സ്തോത്രം. യോവേൽ 2 അധ്യായത്തിന്റെ 1-11 വാക്യങ്ങളിലും നാം അത് കാണുന്നുണ്ട്. ജോയേൽ ചാപ്റ്റർ 2 വേഴ്സസ് 1 and 11 നമുക്കവിടെയും കാണാം. മൈഖ ചാപ്റ്റർ 1 വേഴ്സസ് 1 to 4. മീഖ പ്രവചനം 1 അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളുണ്ട്. സ്തോത്രം. മലാഖി പ്രവചനം 1 അധ്യായം 1 മുതൽ 3 വരെയുണ്ട്. 4 അധ്യായത്തിൽ നമുക്കറിയാം, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. ഇതെല്ലാം ഇതേപ്പറ്റിയാണ് പറയുന്നത്. ഹോശയ്യ 10:8. ഹോശയ്യ 10 and verse 8. സ്തോത്രം. ഒരു വാക്യം മാത്രം കൂടെ വായിക്കാം. ലൂക്ക് ചാപ്റ്റർ 23 verse 30. ലൂക്കോസ് 23:30 വാക്യം. അന്ന് മലകളോട് ഞങ്ങളുടെ മേൽ വീഴുവീൻ എന്നും കുന്നുകളോട് ഞങ്ങളെ മൂടുവീൻ എന്നും പറഞ്ഞു തുടങ്ങും. സ്തോത്രം.
കർത്താവ് ഈ ഭാഗങ്ങളെയൊക്കെ എടുത്ത് ഉദ്ധരിക്കുന്നു. ഇതുപോലെ ഇപ്പോൾ ഇതാ വെളിപ്പാട് 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നില്ലേ, ദൈവത്തിന്റെ കോപ ദിവസം, കുഞ്ഞാടിന്റെ ക്രോധ ദിവസം വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും കുഞ്ഞാട് നമ്മോട് കരുണ കാണിച്ച് സകല മനുഷ്യരുടെയും പാപം തന്റെ മേൽ ചുമന്നുകൊണ്ട് ക്രൂശിൽ മരിച്ചു. അതിദാരുണമായി അവൻ കൊല്ലപ്പെട്ടു. മുഖം തുപ്പലിനേൽപ്പിച്ചു. പുറം അടിക്കുന്നവർക്ക് മറച്ചില്ല. മുഖരോമങ്ങൾ പിടിച്ചു വലിച്ചു പിടുന്നവർക്ക് തന്റെ മുഖം താൻ മറച്ചില്ല. സ്തോത്രം. ഉഴവുചാലുകൾ പോലെ ശരീരം കീറി വെറും ഒരു മാംസ കഷണം പോലെ അവൻ ക്രൂശിൽ തൂങ്ങപ്പെട്ടു. രക്തധമനികൾ പൊട്ടി. രക്തവും വിയർപ്പും ഒരുമിച്ച് കലർന്ന് വിയർപ്പ് തുള്ളികൾ വീണപ്പോൾ രക്തത്തുള്ളികൾ പോലെ തോന്നി. നഗ്നതയേറ്റു. യേശുവിനെ കാൽവറി ക്രൂശിൽ 3 ആണികളിൽ തൂക്കിയപ്പോൾ 22-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത് പോലെ അവന്റെ അസ്ഥികൾ വലിഞ്ഞു. ഒരു ഫിസിഷ്യൻ അക്കാലങ്ങളിൽ നടത്തിയ ക്രൂശിച്ചു കൊന്ന മനുഷ്യരുടെ സ്കെലിറ്റൻസ് പരിശോധിച്ചതിൽ നിന്നും ചെയ്തിരിക്കുന്ന റിപ്പോർട്ട് ഞാൻ വായിച്ചു. അങ്ങനെ ക്രൂശിക്കപ്പെടുന്നവരുടെ ശരീരം 9 ഇഞ്ച് വരെ, ഈ സന്ധികൾ വലിഞ്ഞ് 9 ഇഞ്ച് വരെ നീളം കൂടുമായിരുന്നുവെന്ന്. അസ്ഥികൾ ബന്ധം വിട്ടെന്നുള്ള തിരുവെഴുത്താണ്. ഇതെല്ലാം നമ്മുടെ കുഞ്ഞാട്, ദൈവത്തിന്റെ കുഞ്ഞാട് നമുക്ക് വേണ്ടി സഹിച്ചു. പക്ഷേ ഇനിയും ഒരു ദിവസം വരുന്നുണ്ട്, ആ കുഞ്ഞാടിന്റെ ക്രോധ ദിവസം. എന്നാൽ തിരുവെഴുത്ത് പറയുന്നു, ഇന്ന് ക്രോധ ദിവസമല്ല, ഇത് രക്ഷാ ദിവസമാണ്. ഇത് സുപ്രസാദ കാലമാണ്. എനിക്ക് നിങ്ങൾക്കും ആ രക്ഷാ ദിവസത്തിൽ ഈ കുഞ്ഞാടിലൂടെ പാപമോചനം പ്രാപിപ്പാൻ ഭാഗ്യം ലഭിച്ചു. നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു. ദൈവവുമായി നിരപ്പ് പ്രാപിച്ചിരിക്കുന്നു. ശത്രുത്വത്തിന്റെ മതിൽ ഇടിച്ചു കളഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ദൈവസാന്നിധ്യത്തെ ഭയപ്പെടുവാനില്ല, നമുക്കത് പ്രിയപ്പെടാം. എന്നാൽ എവിടെയെങ്കിലും മറഞ്ഞു കിടക്കുന്ന വല്ല പാപങ്ങളും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ശുദ്ധീകരണം പ്രാപിക്കൂ. നാളത്തേക്കായി മാനസാന്തരത്തെ മാറ്റിവെക്കരുത്. ആ സമയം തീരുമോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് കർത്താവിന്റെ ക്രോധം വെളിപ്പെടും മുമ്പേ, അവന്റെ കരുണയുടെ കാലം, മനസ്സലിവിന്റെ കാലം തീരുന്നതിന് മുമ്പേ നമുക്ക് ദൈവത്തോട് നിരപ്പ് പ്രാപിക്കാം. ഈ മഹാക്രോധ ദിവസത്തിൽ നിന്ന് നമുക്ക് വിമോചിതരാകാം. നമ്മുടെ കുഞ്ഞാട്, സ്തോത്രം, കുഞ്ഞാടായ ക്രിസ്തു തന്റെ രക്തം സ്ത്രീധനമായി നൽകി തനിക്ക് വിവാഹ നിശ്ചയം ചെയ്ത നിർമ്മല കന്യകയെ ചേർക്കുവാൻ വരുമ്പോൾ ആ കൂട്ടത്തിൽ ഞാനും കാണപ്പെടണം എന്ന ആഗ്രഹത്തോടെ നമുക്ക് നമ്മെ സമർപ്പിക്കാം. പേർ വിളിക്കും നേരം കാണും എൻ പേരും. സ്തോത്രം. ആ ഉറപ്പോടെ നമുക്ക് പോകാം. ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. സ്തോത്രം. ബാക്കി ഭാഗം കർത്താവ് വന്നില്ലെങ്കിൽ നമുക്ക് നാളെ ചിന്തിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും നമ്മുടെ കർത്താവിന്റെ വരവിനായി നമ്മെ കർത്താവ് ഒരുക്കുകയും ചെയ്യുമാറാകട്ടെ.